ഈ ഓൺലൈൻ തട്ടിപ്പിന് വേണ്ടി ഇത്തരം സംഘങ്ങൾ ഇവർ വളരെ വിദഗ്ധരാണ്. ഈ സൈബർ മേഖലയിൽ വിദഗ്ധരാണ്, ഇത്തരം കാര്യങ്ങൾ പഠിച്ചവരാണ്. ഏതു തരത്തിൽ ഈ സംഗതികൾ പ്രാക്ടിക്കലായി നടപ്പിലാക്കാം എന്ന് വിദഗ്ധ പരിശീലനം കൂടി നേടിയവരാണ്. ഇത് വലിയ വലിയ ഏജൻസികളാണ് ഇവർക്ക് പിന്നിൽ എന്നുള്ള വിവരം കൂടി പോലീസിൽ ലഭ്യമായിട്ടുണ്ട്. ഓൺലൈൻ തട്ടിപ്പിന് വേണ്ടി ഇത്തരം സംഘങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നത് തെളിവാണ് സമീപകാലത്തുണ്ടായ സംഭവവികാസങ്ങൾ. CBIയുടെയും NIAയുടെയും റിസർവ് ബാങ്കിന്റെയും ഓഫീസുകൾ വരെ ഇവർ കൃത്രിമമായി സൃഷ്ടിക്കും. ഇരകളെ ഡിജിറ്റൽ അറസ്റ്റിലാക്കി ഒടുവിൽ പണം തട്ടിമുങ്ങും. കരുതിയിരുന്നില്ലെങ്കിൽ ഒരായുഷ്കാലം മുഴുവൻ സമ്പാദിച്ചത് ഒരു നിമിഷം കൊണ്ട് നഷ്ടമാകാം. പല അവസ്ഥാന്തരങ്ങളിലൂടെയാണ് ഓൺലൈൻ തട്ടിപ്പ് രംഗം കടന്നു പോകുന്നത്. വൈദികനായ മാർ കൂർലോസ് കബളിപ്പിക്കപ്പെട്ടതോടെയാണ് പല പ്രയോഗങ്ങളും നമ്മൾ കേട്ടു തുടങ്ങിയത്. വെർച്വൽ കസ്റ്റഡി, ഡിജിറ്റൽ അറസ്റ്റ്, ഇങ്ങനെയുള്ള പല പ്രയോഗങ്ങൾ അത് പുതുതായാണ് മലയാളികൾ കേൾക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പമുള്ളത് ജാൻസി മാമൻ എന്ന വ്യക്തിയാണ്. ജാൻസി സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിംഗ് സൂപ്രണ്ടായി ജോലി ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ മാർ കൂർലോസിന് സംഭവിച്ചത് അദ്ദേഹം തുറന്നു പറഞ്ഞു, അദ്ദേഹത്തിന് നഷ്ടമായ തുകയുടെ കാര്യം. ജാൻസിയും ഏതാണ്ട് ഈ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി, പക്ഷേ തുക നഷ്ടപ്പെട്ടില്ല. എന്തായിരുന്നു സംഭവിച്ചത്? എനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തിരുമേനിയുടെ ന്യൂസിൻ്റെ ആ ടൈം തന്നെയാണ്. എനിക്ക് രാവിലെ 7 o'clock ആയപ്പോഴും ഞാൻ ഉറക്കത്തിലാണ്. എനിക്കൊരു കോൾ വന്ന് അപ്പം കോണ്ടാക്ട് ലിസ്റ്റിൽ ഇല്ലാത്തൊരു നമ്പറായിരുന്നു. അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇങ്ങനെ കോൾ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹോസ്പിറ്റലിലെ കോളാണെന്ന് വിചാരിച്ച് ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് കോളാണ് വന്നത്. അപ്പം അതിൽ എന്നോട് പറയുന്നത് എൻ്റെ ആധാർ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള 3 കോണ്ടാക്ട്, എൻ്റെ 3 സിമ്മും വിത്തിൻ 2 hours കട്ടാവുമെന്ന് പറഞ്ഞു. അപ്പം അത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിരുന്നു. അപ്പം ഞാൻ കസ്റ്റമർ കെയർ ഓഫീസറുമായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ 9 പ്രസ് ചെയ്യാൻ പറയും. അപ്പം ഞാൻ 9 പ്രസ് ചെയ്തു. കാരണം എനിക്ക് കസ്റ്റമർ കെയർ ഓഫീസറുമായിട്ട് സംസാരിക്കണമായിരുന്നു. കാരണം എൻ്റെ പോസ്റ്റ് പെയ്ഡ് ആണ്. തലേദിവസമാണ് ഞാൻ പോസ്റ്റ് പെയ്ഡ് ബില്ല് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തത്. പക്ഷേ എനിക്ക് എൻ്റെ റിസീവ് മെസ്സേജ് കിട്ടിയില്ല. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇനി ഞാൻ ബില്ല് പേയ്മെൻറ്റിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആയതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ കസ്റ്റമർ കെയർ ഓഫീസറുമായിട്ട് സംസാരിച്ചത്. അപ്പോൾ ശിവ എന്ന് പറഞ്ഞ ഒരു കസ്റ്റമർ കെയർ ഓഫീസറാണ് എന്നോട് സംസാരിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു, കാര്യം ചോദിച്ച് ഞാൻ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഒരു 5 minute ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. ഹോൾഡ് ചെയ്തിട്ട് എന്നോട് പുള്ളിക്കാരൻ പറയുന്നത് മിസ്റ്റർ നരേഷ് ഗോയൽ എന്ന് പറയുന്ന നമ്മുടെ ജെറ്റ് എയർവേസിൻ്റെ പുള്ളിക്കാരൻ 537 കോടി കാനറ ബാങ്കിൽ നിന്ന് എന്തോ ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അറസ്റ്റ് ചെയ്തപ്പം ആ 538 കോടി പുള്ളിക്കാരൻ്റെ ബിനാമിയായിട്ട് 10% അയച്ചു തന്നേക്കുന്നത് ജാൻസി മാമൻ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ പേരിലാണ്. അപ്പം പുള്ളിക്കാരൻ്റെ മുമ്പേ വസതിയിൽ നിന്നും പിടിച്ചെടുത്തേക്കുന്ന എൻ്റെ ATM കാർഡ് ഉൾപ്പെടെ എൻ്റെ പേരിൽ ജനുവരി 1 തീയതി ഒരു 2.5 കോടി ഇട്ടേക്കുന്നതിൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, പിന്നെ മൊത്തത്തിലെല്ലാം കൂടെ 3.25 കോടി എനിക്ക് അയച്ചു തന്നേക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇതെല്ലാം കാനറ ബാങ്കിൻ്റെ എനിക്ക് അന്നേരം തന്നെ ഇവർ അയച്ചു തന്നുകൊണ്ടിരിക്കുക. അപ്പോഴത്തേന് എത്രയും പെട്ടെന്ന് ഒരു വാണ്ടഡ് പേഴ്സൺ ആണ്, അത്രയും പെട്ടെന്ന് അവരെ അറസ്റ്റ് ചെയ്യണം എന്നാണ് എന്നോട് പറഞ്ഞത്. എന്നിട്ട് ആ പോലീസ് എന്നോട് പറയുന്നത് ഞാനിത് കേട്ടോണ്ടിരിക്കുക. അപ്പോഴേ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു തലകറക്കം പോലൊക്കെ തോന്നി. ഞാൻ പേടിച്ചാദ്യം. അപ്പം അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഫോൺ വെച്ച് എന്നിട്ട് പറഞ്ഞു, ജാൻസി കേട്ടല്ലോ പറഞ്ഞത്, ജാൻസി വാണ്ടഡ് പേഴ്സണാണ്, ജാൻസി ഞാൻ വിർച്വൽ അറസ്റ്റ് ചെയ്യുവാണ്, നരേഷ് ഗോയലിനെ അറിയാം. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരാളെ പറ്റി അറിഞ്ഞുകൂടാ. അപ്പോൾ എന്നോട് ചോദിക്കുന്നു, അപ്പോൾ ATM കാർഡ് കണ്ടോ? ഞാൻ പറഞ്ഞു കണ്ടു, പക്ഷേ എനിക്കിങ്ങനെ കാനറ ബാങ്കിൽ അക്കൗണ്ട് ഇല്ല, ഇതെൻ്റെ ATM കാർഡല്ല. അപ്പം എൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ അതിലെഴുതിയേക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇയാളെ വിർച്വൽ അറസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം ചോദിച്ച കാര്യം, എൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള പോലീസ് എന്തുകൊണ്ട് എന്നെ ഇൻഫോം ചെയ്യുന്നില്ല? അവരല്ലേ വന്ന് എന്നെ അറസ്റ്റ് ചെയ്യേണ്ടത്? അപ്പോൾ എന്നോട് പറഞ്ഞത് നരേഷ് ഗോയലിന് നമ്മുടെ കേരള പോലീസുമായിട്ട് റിലേഷൻ ഉണ്ട്. എന്നുവെച്ചാൽ കേരള പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്ന പലരും നരേഷ് ഗോയലിൻ്റെ റൈറ്റ് ഹാൻഡാണ്. അതുകൊണ്ട് അവരെ ഒരിക്കലും ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മുമ്പേ പോലീസ് തന്നെ ഡയറക്റ്റ് ജാൻസിയെ കോൺടാക്ട് ചെയ്തത്. അപ്പം എനിക്കത് വിശ്വസനീയമായിട്ട് തോന്നിയില്ല. പിന്നെ രണ്ടാമത് എൻ്റെ പപ്പ ഒരു റിട്ടയർഡ് ആർമിയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ പേരൻസിനെ അറിയിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം പേരൻസിനെ ഇൻവോൾവ് ചെയ്യുന്നില്ല. അപ്പോൾ ഏതൊരു പോലീസ് തന്നെ നമ്മളെ വിളിച്ച് ഇങ്ങനെ ഒരു ഇഷ്യൂ പറയുമ്പോൾ നമ്മുടെ വീട്ടുകാരെ അറിയിക്കാൻ ആദ്യം പറയുന്നത്, അതും ഒരു സമ്മതിക്കുന്നത് വെച്ചാൽ ഒരു സെക്കൻഡ് പേഴ്സണെ അതിലോട്ട് ഇൻവോൾവ് ചെയ്യിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ എനിക്കത് ആ 2 കാര്യത്തിൽ ഡൗട്ടായി. ഞാൻ പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിത് വിശ്വസിക്കാനും പറ്റുന്നില്ല, വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ എന്നോട് പറഞ്ഞു ശരി വീഡിയോ കോൾ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അത് ബെഡിൽ തന്നെ ഓണാക്കി വെച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നു. ഈ മൊബൈലോ വീഡിയോ കോളോ ഓണായി തന്നെ ഞാൻ വണ്ടിയിൽ കയറി ഞാൻ പോന്നു.
ഈ സമയമെല്ലാം നമുക്ക് മൊബൈലിൽ മാനസിക സമ്മർദ്ദവും സമ്മർദ്ദമാണ്. ഭയങ്കരമാണ്. കാരണം പേടിയാണ്, നമുക്ക് രണ്ടാമത് ഒരാളോട് പറയാൻ പറ്റുന്നില്ല, വീട്ടിൽ ഹസ്ബൻഡ് ഇല്ല, എനിക്കിപ്പോൾ വേറെ ആരോടും പറയാനും പറ്റുന്നില്ല. അപ്പം പപ്പായും മമ്മി ആരും ഇല്ല കൂടെ, ഞാനും 2 കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന എല്ലാം എൻ്റെ യൂണിഫോമിൻ്റെ പോക്കറ്റിൽ ഇത് ഓൺ ആയിട്ടിരിക്കുക. ഒരു 12 o'clock ഒക്കെ ആയപ്പോഴത്തേനും മൊബൈൽ സ്വിച്ച് ഓഫ് ആയി. ഞാൻ ഉടനെ തന്നെ, കാരണം എൻ്റെ ഫ്രണ്ട്സിനോട് പോലും എനിക്കിത് പറയാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു. എൻ്റെ ഒരു 2-3 ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പോൾ അവരോട് ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ അവരും ആദ്യം പേടിച്ചു, കാരണം അവരാരും ഇത് കേൾവി പോലും ഇല്ലാത്ത സംഭവം, അവരാരും ഇത് കേട്ടിട്ട് കൂടിയില്ല. നമ്മുടെ ഒരു സീനിയർ ഡോക്ടറോട് ഇക്കാര്യം പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനി അവർ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേരള പോലീസിനെ ഇത് ഇൻഫോം ചെയ്യുമെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ ഫോൺ വെച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നെ എന്നെ വിളിച്ചില്ല. ഒരു 7 മണിയായപ്പോൾ എന്നെ തിരിച്ചു വിളിച്ചിട്ട് എന്നോട് പറയുന്നത്, നാഷണൽ സീക്രട്ട് ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് ഇപ്പം ഝാൻസിക്ക് ഞാൻ അയച്ചു തരും, അപ്പം അത് ഞാൻ സൈൻ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ചോദിച്ചാൽ അത് എന്ത് ആക്റ്റാണ്? അന്നേരം പറഞ്ഞത്, എന്നെ ഈ കേസിൽ നിന്നും അവർ മാറ്റണം എന്നുണ്ട്, എന്നെ ഇൻവോൾവ് ആക്കാതിരിക്കാൻ 5 കോടി ഞാൻ അവർക്ക് കൊടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ 3 വർഷം കഠിന തടവ്. അപ്പം ഒരു സാധാരണ സ്ത്രീ ആയിട്ടുള്ള എന്നോട് ഒരു 5 കോടി ഇവർ ചോദിക്കണം എന്നുണ്ടെങ്കിൽ അത് ഫേക്കാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും ഞാനൊരു സീക്രട്ട് ആക്ട് ഒന്നും ഞാനിപ്പോൾ തൽക്കാലം സൈൻ ചെയ്ത് തരാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പേരൻസിനെ അറിയിച്ചിട്ടുണ്ട്. എൻ്റെ പപ്പയോട് ഞാൻ പറഞ്ഞു, അവരിത് കണ്ടു, ഞങ്ങൾ കേരള പോലീസിന് ഇത് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്, നിങ്ങളുടെ സേവനത്തിന് നന്ദി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും, ഝാൻസി ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എന്നുവെച്ചാൽ നാഷണൽ സീക്രട്ട് ആക്ട് പ്രകാരം അതെന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കേരള പോലീസിനും ഒരു ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥനും അറിയാൻ മേലാത്ത എന്ത് സീക്രട്ട് ആക്റ്റാണ് നമ്മുടെ ഇന്ത്യക്കുള്ളതെന്ന് ചോദിച്ചതും പുള്ളിക്കാരൻ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു, എന്നെ ബ്ലോക്ക് ചെയ്തു, എനിക്ക് അയച്ചു തന്നിരിക്കുന്ന എല്ലാ മെസ്സേജും ഡിലീറ്റ് ചെയ്തു. തീർച്ചയായിട്ടും ഒരു ജാഗ്രതായ സമീപനമാണ് നമുക്ക് വേണ്ടത്. ഝാൻസി കൈകാര്യം ചെയ്ത രീതി, അവരോട് കൃത്യമായി നിയമത്തിൻ്റെ വഴിയിലൂടെയാണ് സംസാരിച്ച് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയം അത് ഝാൻസിയെ കീഴ്പ്പെടുത്തിയില്ല. ഒരുപക്ഷെ പല ഘട്ടങ്ങളിലും സമ്മർദ്ദം അനുഭവിച്ചെങ്കിലും കൃത്യമായ നിയമം പറഞ്ഞു തന്നെയാണ് അവരോട് സംസാരിച്ചു നിന്നത്. ഇതുതന്നെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. ആദ്യം പറഞ്ഞതുപോലെ പല അവസ്ഥാന്തരങ്ങളിലൂടെയാണ് തട്ടിപ്പിൻ്റെ രീതികൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ കേൾക്കാത്ത പുതിയ ടേമുകൾ, വെർച്വൽ കസ്റ്റഡി, ഡിജിറ്റൽ അറസ്റ്റ്, ആദ്യം പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ പുതിയ രീതിയിലാണ് പല തട്ടിപ്പ് സംഘങ്ങളും നമ്മളെ വലയിലാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ജാഗ്രത പാലിക്കുക, നിയമത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുക. ഹരിവിദ്രയ്ക്കൊപ്പം BV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. അങ്ങനെ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണ്. കാരണം നമ്മളെല്ലാവരും മൊബൈൽ ഫോണുകളും നെറ്റും ലാപ്ടോപ്പുകളും മറ്റും സ്ഥിരമായി ഉപയോഗിക്കുകയും ഓൺലൈൻ വഴി പണം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. എളുപ്പ വഴിയാണ്. കാരണം പലരുടെ പേഴ്സിൽ പോലും ഇപ്പോൾ പൈസ കാണാറില്ല. എല്ലാവരുടെയും മൊബൈൽ വഴിയാണ് ഹോട്ടലുകളിലായാലും മറ്റ് സ്ഥാപനങ്ങളിൽ എവിടെ പോയാലും പണം നൽകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുരുക്കുകൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും ചതിവല വിരിച്ച് കാത്തിരിപ്പുണ്ട് എന്നതുകൂടി ഓർത്തു വേണം മുന്നോട്ട് പോകാൻ. അതുതന്നെയാണ് ഈ ക്യാമ്പയിൻ ലക്ഷ്യം വെക്കുന്നതും. തിരിച്ചു